ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ആർത്തവ സമയങ്ങളിൽ വ്രതം നോൽക്കാൻ പാടുണ്ടോ? സ്ത്രീക്ക് പ്രകൃതി വച്ചിരിക്കുന്ന ഒരു പുണ്യമാണ് ആർത്തവം. അതിനെ നമ്മൾ പുണ്യമായിട്ട് തന്നെ കണക്കാക്കുക. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ചില വ്രതങ്ങള്, ചിലതെന്നല്ല ഭൂരിപക്ഷം വ്രതങ്ങളും ക്ഷേത്ര ദർശനം, പുരാണ പാരായണം, മന്ത്രജപം, ഇതെല്ലാം എന്താണ് സ്ത്രീ ആർത്തവ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിഷ്കർഷിക്കുന്നുണ്ട്. അത് ആര് നിഷ്കർഷിച്ചു എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്, നമ്മുടെ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ്. ഹിന്ദു ആചാരപ്രകാരം നമുക്ക് ഒരിക്കലും മന്ത്രങ്ങളൊന്നും ജപങ്ങളൊന്നും പാരായണം ചെയ്യാൻ പാടില്ല. എങ്കിൽ തന്നെയും ആർത്തവ സമയത്ത് നമ്മുടെ തിരുവാതിര വ്രതം, സാധാരണ തിരുവാതിര വ്രതം എടുക്കുന്നത് ദീർഘസുമംഗലിയാകാനും ആഗ്രഹിച്ച പുരുഷനെ ഭർത്താവായിട്ട് കിട്ടാനൊക്കെയാണ് നമ്മൾ തിരുവാതിര വ്രതം നോൽക്കുന്നത്. ഈ തിരുവാതിര വ്രതം നോൽക്കുന്ന സമയത്ത് സ്ത്രീ ഇപ്പോൾ ചിലവര് രാവിലെ വ്രതം നോറ്റ് കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനെ പീരീഡ്സ് ആവാറുണ്ട്, ആർത്തവം വരാറുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ വ്രതത്തിന് കോട്ടം തട്ടുന്നില്ല. കാരണം ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്, ഭഗവാന് വേണ്ടി നമ്മൾ എടുക്കുന്നു. അത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും നമ്മളുടെ വരുന്ന മക്കള് അവരുടെ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയും ദീർഘസുമംഗലി ആവാൻ വേണ്ടി ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മറ്റു വ്രതങ്ങള്, സോമവാര വ്രതം, അതുപോലെ തന്നെ പ്രദോഷ വ്രതം, ഏകാദശിയൊക്കെ നോറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കണമെന്ന് പറയുന്നില്ല, എങ്കിൽ തന്നെയും വ്രതം അവസാനിപ്പിക്കാതെ തന്നെ നമുക്ക് അത് ഉപവാസമായിട്ട് എടുക്കാം. ഇപ്പോൾ അമാവാസി ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അമാവാസി ഉപവാസമൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഉപവാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നില്ല, ഉപവാസത്തിന്റെ പുണ്യം നഷ്ടപ്പെടുന്നില്ല. പിന്നെ അമ്പലങ്ങളിൽ പോവല്, പുരാണ പാരായണം, പൂജാമുറി കയറല്, വിളക്ക് കൊളുത്തല്, ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് അത്. ആ ഒരു രീതിയിൽ നമ്മൾ ശരീരത്തെ, കാരണം സ്ത്രീയുടെ ശരീരം വളരെയേറെ ചൂടായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് ആർത്തവ സമയങ്ങളിൽ വ്രതം നോൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം വ്രതം എന്നുള്ളത് പല തരത്തിലുള്ളത് കൊണ്ട് പല വ്രതങ്ങളും, ഇപ്പോൾ സോമവാര വ്രതവും പ്രദോഷ വ്രതവും നിർബന്ധമായിട്ട് അമ്പലത്തിൽ പോയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് പീരീഡ്സ് ആർത്തവ സമയത്ത് നമുക്ക് പോകാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ ആ വ്രതം എടുക്കുന്നതിന് പുണ്യം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവാതിര വ്രതമൊക്കെ നോൽക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഗുണം നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില വ്രതങ്ങൾ എടുക്കുന്നത്, ഇപ്പൊ ഞായറാഴ്ച വ്രതം എടുത്തു എന്ന് വിചാരിക്കാം. ഞായറാഴ്ച വ്രതം എടുത്തിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി കാര്യത്തിനാണ് എങ്കിൽ തന്നെ ഒരു ഉപവാസമായിട്ട് അതൊരു വ്രതമായിട്ട് എടുക്കുന്നതിന് വിരോധമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോവുകയോ പുരാണ പാരായണങ്ങൾ തൊടുകയോ പുരാണ പാരായണം വായിക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കാകാം. പിന്നെ മന്ത്രജപങ്ങൾ വലിയ ഉച്ചത്തിൽ ചുണ്ടനക്കി വലിയ ഉച്ചയിലൊന്നും നിങ്ങൾ ജപിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രജപം ആവാം. അപ്പൊ ആർത്തവ സമയങ്ങളിൽ വ്രതം നോൽക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തിരുവാതിര നോയമ്പ് പോലെയുള്ള വ്രതങ്ങൾ നമുക്ക് നോൽക്കുന്നതിന് തെറ്റില്ല. ഒപ്പം തന്നെ മന്ത്രങ്ങളും എന്തെങ്കിലും വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചുണ്ടനക്കാതെ ഉള്ളിൽ നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് ജപിക്കുന്നതിനും മനസ്സുകൊണ്ട് അത് ഉരുവിടുന്നതിനും, മനസ്സുകൊണ്ട് ഉരുവിടുന്നതിന് തെറ്റില്ല. ചുണ്ടുകൾ കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ശരീരശുദ്ധിയെ ബാധിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടെ ചെയ്യുന്ന വ്രതങ്ങൾക്ക് നിഷ്ഠ ആചരിക്കേണ്ടതുകൊണ്ട് ആർത്തവ സമയങ്ങളിൽ അത് പാടില്ല. ഇങ്ങനെയുള്ള തിരുവാതിര വ്രതം പോലെയുള്ള ഇതും ഈ ആഴ്ചയിൽ എടുക്കുന്ന ചില വ്രതങ്ങളൊക്കെ നമുക്ക്, ഇപ്പൊ ഭർത്താവിന് വേണ്ടി നമ്മൾ തിങ്കളാഴ്ച വ്രതം എടുത്തു അമ്പലത്തിൽ പോവാതെ നമ്മൾ ഉപവാസമായിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാതെ ഒരു ഉപവാസമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വിരോധമില്ലാതെ ചെയ്യാം. പക്ഷെ അമ്പലത്തിൽ പോയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ആ വ്രതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. തിരുവാതിര വ്രതം നിങ്ങൾക്ക് എപ്പോഴും ഈ ആർത്തവ സമയത്ത് ചെയ്യുന്നതിന് പിന്നെ ശ്രാദ്ധ ഊട്ടാനൊക്കെ നമ്മൾ തലേ ദിവസം ഉപവാസം എടുക്കും. അതൊന്നും ഒരിക്കലും ആർത്തവ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല.